എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു യു ആൾ. ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്ന് ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് വിഷ് ചെയ്തായിരുന്നു. തിരിച്ചും ഞാൻ അവരെ വിളിച്ച് വിഷ് ചെയ്തു. അപ്പോൾ ഒരു കോമൺ ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ശാസ്ത്രം ഡീൽ ചെയ്യുന്ന കുറച്ച് അധ്യാപകരും ശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള എൻ്റെ ഒരുപാട് കൂട്ടുകാരും ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി, വാട്സാപ്പും ഫേസ്ബുക്കും എന്തുകൊണ്ട് നമുക്ക് സയൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൂടാ. ശരിയാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തോ എസൻസോ പോലുള്ള ഒരുപാട് സംഘടനകൾ ഇതിനു വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വിദ്യാർത്ഥികളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പോപ്പുലർ സയൻസിൽ പെടുന്ന വിഭാഗത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഫേസ്ബുക്കിൽ അയച്ചാലോ. പിന്നെ ആലോചിച്ചു, ടൈപ്പ് ചെയ്ത് അയക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ വീഡിയോ എടുത്ത് അയക്കുന്നത്. അത് നിങ്ങൾ പെട്ടെന്ന് കേൾക്കുകയും ചെയ്യും. പക്ഷേ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും, അല്ലാണ്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ ലെങ്ത്തുള്ള വീഡിയോസൊന്നും ആയിരിക്കില്ല. അപ്പോൾ കേട്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരു ഫീൽ ഒരു പക്ഷേ വായിക്കുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല. വായിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടുള്ള എക്സ്പ്ലനേഷൻ, ആ ഒരു ദൃശ്യം, അത് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയും. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്ന് നിങ്ങൾക്ക് പുതിയൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്താം. സുഹൃത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല, സയൻസ്. സയൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു നോ. അപ്പോൾ അങ്ങനെ അറിയാനുള്ള അഭിവാജ്ഞയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ചുറ്റുമുണ്ട്. സാധാരണ ഇപ്പോൾ സയൻസ് എന്നുള്ള സബ്ജക്റ്റ് സയൻസ് വിദ്യാർത്ഥികൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ അവരെക്കാൾ ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങളും ആശയങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുന്നത് ശാസ്ത്രം ഡീൽ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്കും കൂടി ഒരു വേദി എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു വീഡിയോ സെഷൻ തുടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സയൻസിൽ ചോദ്യങ്ങളുണ്ടെന്നാണെങ്കിൽ നിങ്ങളെനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ വോളിൽ പേസ്റ്റ് ചെയ്യുക. അറിയാവുന്ന രീതിയിൽ ഞാനതിന് ഉത്തരം പറയാം. അറിയാവുന്നതാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാം. അല്ലാത്തതാണെങ്കിൽ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാനതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഞാൻ പറയുന്ന റിപ്ലൈയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. കാരണം ഒരുപക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഞാനും വായിച്ചു കാണില്ല. അപ്പോൾ എനിക്കും ശാസ്ത്രം കൂടുതൽ അറിയാനുള്ളൊരു വേദിയായിട്ട് തന്നെയാണ് ഞാനത് കരുതുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സയൻസ് വീഡിയോസ് വരുമ്പോൾ കമൻറ്റ് ചെയ്യുക, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കുക. തിരിച്ചെന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ, സാർ അതിങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രം, സയൻസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരുപക്ഷെ ഒരു സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുതിർന്ന ആൾക്കാരാണിപ്പോൾ ഇതിൻ്റെ പുറകെ വരുന്നത്, പക്ഷേ വിദ്യാർത്ഥികൾക്ക് സയൻസിലുള്ള ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇത്തിരി കുറവാണ്. അത് ഒന്നും കൂടി റിജുവനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം ആയിരിക്കും. ഏവർക്കും സ്വാഗതം. ഒന്നും കൂടി ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നോ സയൻസ്, ലിവ് സയൻസ്. ബൈ.